സാറേ എന്താണ് കറ്റാള കറ്റാല എന്താണ് കറ്റാല സാറേ? ഞാൻ ഇത് ടീം മെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കണേ. രജിസ്റ്റർ ഞാൻ നോക്കട്ടെ. വാട്സപ്പിലല്ലേ ഈശ? അതന്നെ. ഇത് അത്യാവശ്യം കൊള്ളാവുന്ന സ്കോഡ്. അതെ, എന്നെ കൊണ്ട് മറ്റൊന്നും പഠിപ്പിക്കരുതല്ലേ നിങ്ങൾ. കാരണം നിങ്ങളെ അമ്മയെയും നോറയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ ഫാൻസ് എന്നെ തെരുവിളിച്ചോണ്ടിരിക്കുക. എടോ, ഈ നമ്മുടെ ഫാൻസിനോട് ഞാൻ പറഞ്ഞോളാം, ഇപ്പം നമുക്ക് കപ്പിനും ഇതിനൊന്നും വേണ്ടി കളിക്കുന്ന സീസൺ അല്ല. ഈ സീസൺ വെറും ഷോർട്ട് ടേം മാത്രമാണ്. ഈ സീസൺ എന്താ പറയുക, കൂടുതൽ പോയിന്റ് ഇടുന്നവർ മാത്രം ടോപ്പർ ആവും, അവന്മാർ കപ്പ് എടുത്തുകൊണ്ട് പോകും. അത് 13 മത്സരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നമുക്കിത് സർവൈവ് ചെയ്യേണ്ടി എങ്ങനെയും രക്ഷപ്പെട്ടോ. എന്നിട്ട് മികച്ച ടീമൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങളെ പറ്റി വൺ ഡേ കേൾക്കുന്നുണ്ട് ഇതൊക്കെ. അത് താൻ വിട്. എന്തായാലും അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റുന്ന സ്കോഡ് തന്നെ, ഒരു അത്യാവശ്യം ബെറ്റർ സ്കോഡ് തന്നെ. എന്നാ ഓക്കെ. ഇവാനൊക്കെ പിടിച്ചിരുന്നതല്ലേ, അത് ഇവാൻ അങ്ങനെ എന്ത് സഹിക്കുമായിരുന്നു. ഞാൻ അതേപോലെ ഞാൻ കടിച്ചു കീറും. ദൈവമേ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിള്ളേരെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി നമ്മുടെ സ്ക്വാഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വലുതായിട്ട് വെറുപ്പിക്കാതെ നമുക്ക് സ്ക്വാഡിലേക്ക് പോകാം. എന്തായാലും ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ്, ഒരുപാട് സുപ്രീം കോടതിയുടെ വിധികൾ കഴിഞ്ഞ്, ഒരുപാട് എന്താ പറയുക സ്റ്റേറ്റ്മെന്റുകൾ ഇട്ട് മെഴുകിയതിനു ശേഷമാണല്ലോ ഈ സീസൺ ആരംഭിക്കുന്നത്. അതായത് നല്ല തരക്കേടില്ലാതെ നല്ല ബ്രോഡ്കാസ്റ്റിംഗിനെ എല്ലാം AFF തന്നിട്ടുണ്ട്. അല്ല, അതിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് കപ്പിന് വേണ്ടിയല്ല നമ്മൾ ഈ സീസൺ കളിക്കുന്നത് എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് സർവൈവിങ്ങിൻ്റെ ആണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് എടുക്കണ്ടേ. കാരണം അത്രമേൽ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് റൈറ്റ് ബാക്കിൽ പോലും അത്ര മികച്ച ഓപ്ഷൻ ഇല്ല. നാളെ മോഹൻ ബഗാനെതിരെയാണ് മാച്ച്, ഇന്ത്യൻ ക്ലാസിക്കോയിൽ. പറയാൻ പോലും മടിയുണ്ട്. അവന്മാരെടുത്ത് കൊട്ടി വിടാതിരുന്നാൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്ക്വാഡിലേക്ക് പോവാം. നമ്മുടെ ഗോൾ കീപ്പർമാരായിട്ടുള്ളത് സച്ചിൻ സുരേഷ്, അതേപോലെ ആഷ് അൻവർ ഷേഖ്, അൽസാബിദ് സുലൈമാൻ. പിന്നെ നമ്മുടെ ബാക്ക് ലൈനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹോർമിബാം ഉണ്ട്, ഉമർ ഭായ് ഉണ്ട്, വികാസ് യുംനാം ഉണ്ട്, അതേപോലെ സുനിൽ ശർമ്മയുണ്ട്, ജഗന്നാഥ് ജയകുമാർ ഉണ്ട്, പിന്നെ സന്ദീപ് സിംഗ് ഉണ്ട്, മുഹമ്മദ് സഹീഫ് ഉണ്ട്, നവോച്ച സിംഗ് ഉണ്ട്, ഐവാൻ ഡോഗ്ലിംഗ് ഉണ്ട്. ഇവര് മാറി മാറി കളിക്കാൻ പറ്റുന്ന ഡിഫൻസ് എല്ലാം പലരും നമ്മുടെ പൊസിഷനുകളിലുള്ളത്. വേണമെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കാന്നേ ഉള്ളൂ. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു താരസമ്പന്നമാണ് നമ്മുടെ മിഡ്ഫീൽഡ്. അതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഡാനിഷ് ഫാറൂഖ് ഉണ്ട്, ബിപിൻ മോഹനൻ ഉണ്ട്, റൗളിൻ ബോർജസ് ഉണ്ട്, അതേപോലെ സലാവുദ്ദീൻ അദിനാൻ ഉണ്ട്, നിഹാൽ സുധീഷ് ഉണ്ട്, എബിൻദാസ് യേശുദാസ് ഉണ്ട്, മാത്യൂസ് ഫെർണാണ്ടസ് ഉണ്ട്, മാർലോൺ റൂസ് ഉണ്ട്. ഇങ്ങനെ അതും മാർലോൺ റൂസ് ഒക്കെ പറയുന്ന അത്രയാവശ്യം നമ്മൾ ഭയങ്കര പ്രതീക്ഷ വെച്ചിരിക്കുന്ന താരങ്ങളാണ് മാത്യൂസും മാർലോ എന്നൊക്കെ പറയുന്നത്. മാത്യൂസിന് പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പീരിയൻസും ഉണ്ട്. നമ്മുടെ ഫോർവേഡിലേക്ക് വരുവാണെങ്കിൽ ഗോൾ അടിച്ച് കൂട്ടാനായി നമ്മുടെ കോറോസിംഗ് ഉണ്ട്, മുഹമ്മദ് അജിസൽ ഉണ്ട്, ഡാനിയൽ മെക്കറ്റ്നി ഉണ്ട്, നമ്മുടെ മിഡ്ഫീൽഡിൽ ഫ്രെഡി ലാലമാവ്യ ഉണ്ട്, പിന്നെ നമ്മുടെ ഫോർവേഡിൽ ലാലമാവ്യ റാൾട്ടി ഉണ്ട്, അതേപോലെ വിക്ടർ ബർത്തേമി ഉണ്ട്, കെവിൻ യോക്ക് ഉണ്ട്. ഏതാണ്ട് താരസമ്പന്നമായ ഒരു സ്ക്വാഡ് തന്നെയാണ് നമുക്കുള്ളത്. മാറ്റി മാറ്റി വേണമെങ്കിൽ പരീക്ഷിക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് വേണോന്ന് ചോദിച്ചാൽ കപ്പടിക്കാൻ അതിന് മറ്റു സ്ക്വാഡൊന്നും നമുക്കില്ല. അത് കറക്റ്റാണ്. വേണോന്ന് വെച്ചാൽ വേണോന്ന് വെച്ചാൽ ചക്ക വേരിലും കഴിക്കുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊരുതി നിൽക്കാവുന്ന ഒരു ടീമാണ് നമുക്കുള്ളത്. അത്യാവശ്യം നാണക്കേടില്ലാതെ പോകാവുന്നൊരു ടീമുണ്ട് നമുക്ക്. കാരണം നിങ്ങൾ നോക്കുക, ഗോൾ കീപ്പിങ്ങിന് നമുക്ക് ഒരു ഇതുണ്ട്, റൈറ്റ് ബാക്കിലും എല്ലാം നമുക്കൊരു പ്രശ്നങ്ങളുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും ഒന്നൊന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം നമുക്കുണ്ട്. അതിൽ ഇതുവരെ വന്നല്ലേ മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ടോ, ഈ ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കുന്നത് അവരാണെന്ന് ചില ഗോവൻ ലോബികൾക്കും ചില മാർവാടികൾക്കും ചില എന്താ പറയുക അവർക്ക് എന്തോ ഒരു ചിന്തയുണ്ട്. അവർ വിചാരിച്ച ഇന്ത്യൻ ഫുട്ബോൾ അങ്ങ് എന്തൊക്കെയോ ആയി തീരും, അവർ വിചാരിച്ച ഇന്ത്യൻ ഫുട്ബോൾ നിൽക്കും, അവർ വിചാരിച്ച ഇന്ത്യൻ ഫുട്ബോൾ അനങ്ങും എന്നൊക്കെ ഒരു വിചാരമുണ്ട്. അത് കഴിഞ്ഞ സീസൺ ഐ ലീഗിൽ നമ്മൾ കണ്ടു. ഐ ലീഗ് വിൻ ചെയ്ത ഇന്റർ കാശിയെ ഇട്ട് വട്ടം കറക്കി
നമ്മുടെ ചർച്ചിൽ ബ്രദേഴ്സ് എന്ന ഗോവൻ ലോബി അവരിട്ട് വട്ടം കറക്കുകയും തുടർന്ന് ഇന്റർകാസ്റ്റ് നിയമ പോരാട്ടങ്ങളിലേക്ക് പോയി ആ വട്ടം കറക്കിന് നിന്ന് തരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവർ നിയമ പോരാട്ടങ്ങളിലേക്ക് പോയി. സുപ്രീം കോടതി, ഹൈക്കോടതി, നമ്മുടെ ഇന്റർനാഷണൽ സ്പോർട്സ് ഫോർ ആർബിട്രേഷൻ എന്ന നമ്മുടെ കായിക ലോകത്തെ തർക്കപരിഹാര കോടതി വരെ പോയി അവരെ നീതി നേടിയെടുത്തു. ഐ ലീഗ് ചാമ്പ്യന്മാരായ ISL സ്പോർട്ട് നേടിയെടുത്തു. അത് AFFന്റെ എല്ലാം പിന്തുണയോടെയാണെന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോഴ് എന്ത് പറ്റിയോ എന്തോ AFFന് അവരുടെ പിന്തുണയോടെ എല്ലാം ചെയ്തിട്ട് ഇപ്പം മനസ്സിലായി കാണും ഇനി ഉമാരോടൊന്നും ശരിയാവത്തില്ലെന്ന്. ചർച്ചിൽ ബ്രദേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഈ സീസൺ കളിക്കുന്നില്ലെന്ന്. അപ്പൊ AFF പറഞ്ഞു റബ്ബർ ബാൻഡ് ഇല്ലാതായി പോയി. ആ റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് അവിടെ പോയി ഇരുന്ന് ആ ഒരു അങ്ങോട്ട്, അതായത് അങ്ങോട്ട് എന്താ പറയുക, അങ്ങ് സൈഡിലോട്ട് നോക്കി മാറിയിരുന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ AFF പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കളിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു പുല്ല് നടക്കാൻ പോകുന്നില്ല എന്ന് AFF പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.